അപ്പം മക്കളെ സോറി പറഞ്ഞിട്ട് തന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ നമ്മളെ പരിപാടി അറിയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തിനാപ്പോൾ ഈ സോറി പറയണമെന്ന് ചോദിച്ചാൽ ഇന്നലെ രാത്രി 7 മണിക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞതേന്ന്. പക്ഷെ നമുക്ക് എന്തോ സാങ്കേതിക തകരാറ് മൂലം നമ്മൾ ഇങ്ങോട്ട് വരാനാണ് മറന്നത് കേട്ടോ. 7 മണിക്ക് രാത്രി അപ്ലോഡ് ചെയ്യാൻ വീഡിയോ ഒക്കെ പറഞ്ഞ് നിർത്തിയതേന്ന്. പക്ഷെ നമുക്ക് കഴിഞ്ഞിട്ടില്ലേന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോറി മുൻകൂട്ടി മുൻകൂർ ജാമ്യം അങ്ങോട്ട് എടുത്ത് വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇന്നലത്തെ ഒരു ദിവസത്തെ വീഡിയോസാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് എടുത്ത വീഡിയോസാണ്. കാരണം പറയുകയാണെങ്കിൽ അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതാകണ അമ്മമാർ, അച്ഛന്മാർ, മാതാപിതാക്കളും മാഷന്മാർക്കൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇടങ്ങാറുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ വലിയോളം മീറ്റിംഗ് നമ്മൾ 10ാം ക്ലാസ്സുകാരൻ്റെ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ചെറിയോളം മീറ്റിംഗ് ആണെങ്കിൽ ചൊവ്വാഴ്ചയുണ്ട്. ഇനിയിപ്പം ദിവസമല്ലല്ലോ. അപ്പം ഓലെ മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ ഈ ഒരു കൊല്ലത്തെ ലാസ്റ്റ് മീറ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മീറ്റിങ്ങിനൊക്കെ പോകാനുള്ള തിരക്കിലായിരുന്നു. പിന്നെ ചോറും കൂട്ടാണ്ടാക്കുക, നമ്മൾ അടുക്കളയത്തെ പണികളും കാര്യങ്ങളൊക്കെ പാടെ പുകിൽ പരിപാടികൾ തന്നെയായിരുന്നു ഇന്നലെ വൈകുന്നേരം ആയപ്പോത്തിന് ഉച്ചയായപ്പോത്തിന് കേട്ടോ. ഉച്ചയെന്ന് പറയുമ്പോൾ ഇനി പിന്നെ വൈകുന്നേരം വന്നിട്ട് പിന്നെ ചോറ് വെക്കാനുള്ള പരിപാടികളൊന്നും നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇത്തിരി നേരം വൈകിട്ടാണ് ചോറ് വെപ്പവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഒരു 10, 10:30, 11 മണിയോട് അടുത്തിട്ടാണ് ഞാൻ ചോറിന് വെള്ളം തന്നെ വെച്ച്. പിന്നെ നമുക്ക് സമയമല്ലല്ലോ, വീഡിയോ എടുക്കാനായിട്ട് സമയമല്ല. പിന്നെ അപ്ലോഡ് ആക്കാനും എഡിറ്റ് ചെയ്യാനും സൗണ്ട് കൊടുക്കാനൊന്നും നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ വീഡിയോസൊന്നും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല താനും. പിന്നെ എന്താ ചെയ്യുക, നമ്മൾ അപ്പം ചുട്ട അപ്പം പോലെയാണല്ലോ ഓരോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് ഷൂട്ട് ചെയ്താൽ വേഗം എടുക്കാമല്ലോ, ഒരു 3-4 മണിയാകുമ്പോഴത്തേനും അപ്ലോഡ് ആക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ നമുക്ക് സമയം അങ്ങോട്ട് തെറ്റിപ്പോയിട്ടോ. സമയം നമ്മളെ കാത്തുക്കൊന്നുമില്ലല്ലോ. സമയത്തിൻ്റെ അപ്പം നമ്മളങ്ങോട്ട് മണ്ടുക എന്നല്ലാതെ സമയം നമ്മളെ കാത്തുക്കൊന്നുമില്ല. അപ്പോൾ ആ ഒരു കണക്ക് അനുസരിച്ചാണ് ഇന്നലെ ആകപ്പാടും സമയം തെറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് മത്തിയും കൂടി ഞാൻ വാങ്ങിയത്. പിന്നെ അതൊക്കെ നന്നാക്കി ചോറൊക്കെ വെച്ച് വൈകുന്നേരം വരെ രാത്രിക്കുള്ള ചോറും കൂടി ഒന്നായിട്ട് അങ്ങോട്ട് വെച്ച് ഞാൻ. അപ്പോൾ അങ്ങനെ പോയിട്ട് പിന്നെ അടിച്ചുവരലും പാത്രം കഴുകലൊക്കെ ആയിട്ട് അങ്ങനെ സ്കൂളിലുള്ള ദിവസമാണല്ലോ ശനിയാഴ്ച. അപ്പോൾ മക്കളെയൊക്കെ ഏതായാലും പോയിന്ന്. അതുകൊണ്ട് തന്നെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ അങ്ങനെ നിന്ന് പിന്നെ വൈകുന്നേരം എടുത്ത വീഡിയോ ഒക്കെ ഞാൻ വൈകുന്നേരം 7 മണിക്ക് വിടാലോ എന്നൊക്കെ വിചാരിച്ച് അപ്ലോഡ് ആക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നിർത്തിയതേന്ന്. അപ്പോൾ അവിടെയും പണി വാളിപ്പോയിക്കണം കേട്ടോ. നമ്മളെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ 5 മണി ആയിക്കണം കേട്ടോ. ഒരു 2:30ക്കാണ് മീറ്റിംഗ് പറഞ്ഞത്. തുടങ്ങിയപ്പോൾ തന്നെ ഒരു 3 മണി ആയിക്കണ്. പിന്നെ അതാണ്ട് ആ കാർഡ് കൊടുക്കലും പ്രോഗ്രസ് കാർഡ് കൊടുക്കലും അതിൽ ഒപ്പിടലും ഓരോരോ മാഷുമാരെ പോയി കാണലും ഒപ്പിടലും എന്നും പറഞ്ഞവർക്ക് അഭിപ്രായം പറയലും പറഞ്ഞവർക്ക് കുറേ നേരം അങ്ങനെ പോയി. പിന്നെ നമുക്ക് ഇങ്ങോട്ടുള്ള ബസ്സും എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നിന്ന് പിന്നെ തലവേദന നമ്മൾ ബസ്സിലൊക്കെ പോയിട്ട് പിന്നെ ആ വെയിലത്ത് കൂടെ ഒക്കെ പോയിട്ട് ആകെപ്പാടെ തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ വന്നേരം ഒരു ഉഷാറും ഇല്ലേന്ന് കേട്ടോ. പിന്നെ അങ്ങനെ കാലൊക്കെ കൈയൊക്കെ ചെയ്യാണ്ട് വന്നിട്ടാണ് കടന്നുക ചെയ്ത്. പിന്നെ നീച്ചത് വാങ്ങി കൊടുക്കാൻ നേരം നമ്മൾ വളക്കത്തിക്കാൻ നേരത്താണ് പിന്നെ അങ്ങോട്ട് നീച്ചത്. ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവം ഉണ്ടായി. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വോയിസ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി. നിങ്ങളെ മറന്നതല്ല കേട്ടോ. നിങ്ങളേതായാലും ഒരിക്കലും മറക്കൊന്നുമില്ല. കാരണം ഇതുവരെ എത്തിച്ചത് നിങ്ങളാണല്ലോ. അപ്പോൾ ഇന്നലത്തെ ഒരു ക്ഷമാപണത്തിൻ്റെ കാരണങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് എന്ത് പറയുകയാണെന്ന് ചോദിച്ചാൽ ഞാൻ യൂട്യൂബിലൊരു കൂട്ടം കണ്ടിട്ടുണ്ട്. അതങ്ങോട്ട് ഉണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ച്. ഇന്നലെ ഏതായാലും സമയം കാരണങ്ങളൊന്നും ഇല്ല, എന്നാലും അതിനൊക്കെ നമുക്ക് സമയം കിട്ടിയിരിക്കണം കേട്ടോ. ഞാൻ കുറച്ച് മത്തി വാങ്ങിയെന്ന് പറഞ്ഞിരുന്നില്ലേന്ന്. അപ്പോൾ അതിനോട് മത്തി അതേമാതിരി കായുണ്ട്, അങ്ങനെ ഒരുമിച്ച് വെക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടുന്നിട്ടോ. അപ്പം തുടങ്ങിയതാണ് നമ്മളെ മനസ്സിലൊരു പൂതി, അങ്ങനെ വെച്ചാൽ എന്തേക്കാരം കഥാന്നുള്ളത്. അപ്പോൾ ഞാനിതെല്ലാം അങ്ങനെ ഒന്ന് വെച്ച് നോക്കാൻ വിചാരിച്ചേണ്ടത്. സത്യത്തിൽ അപ്പോൾ വീഡിയോ എടുക്കാനോ ഒന്നുമില്ല, നമ്മളെ കയ്യിലൊന്നുമില്ല. എന്താ ഉണ്ടാക്കുക എന്താ ഇടുക എന്നുള്ള ഒരു റെസിപ്പി ഇല്ലാതെ എങ്ങനെ ഒരു വീഡിയോ തുടങ്ങുക. അപ്പോൾ ആ ഒരു മന്ദഗതിയിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് ഫോൺ വെറുതെ രാവിലെ ഇങ്ങനെ തോണ്ടിയപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അത് തന്നെ വെച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ മത്തി ആകുമ്പോൾ സൂപ്പറാണല്ലോ, എല്ലാത്തിനും മത്തി സൂപ്പറാണല്ലോ. ചോറക്കാണെങ്കിലും അതേമാതിരി തന്നെ പൂളേക്കാണെങ്കിലും നല്ല ഉസാറാണല്ലേ മത്തി. അപ്പോൾ നല്ല ഉസാറ് മത്തി ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്നൊക്കെ ഉണ്ടോ. ഒരു 100 രൂപയ്ക്കാണ് നമ്മൾ മത്തി വാങ്ങിയത്. അതൊക്കെ ഇവിടെ നന്നാക്കി കഴിഞ്ഞപ്പോൾ നേരം ഒരുപാട് അങ്ങോട്ട് നേരം വൈകുകയും ചെയ്തിരിക്കണം. അതിൻ്റെ പുറമെ ഇത്തിരി ചോറ് വേവ് എറിഞ്ഞ്. കാരണം ഞാൻ ചോറിന് അരി ഇട്ടാണ്ടാണ് മീൻ നന്നാക്കാൻ കുത്തിരുന്നത്. മീൻ നന്നാക്കി വന്നപ്പോൾ ചോറ് ഇത്തിരി വേവ് എറിഞ്ഞ് ചെയ്തു. ഒക്കെപ്പാടെ ഞാൻ പറഞ്ഞില്ലേ ആകെപ്പാടെ തലപ്രാന്ന് പിടിച്ച ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ മത്തി ഞാൻ ഉപ്പും മുളകൊക്കെ സാധാരണ പൊരിക്കാനായിരിക്കും ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ആ പൊരിയണ ആ ഒരു നേരം കൊണ്ട് നമുക്ക് കായ ഉണ്ടല്ലോ, നമ്മളെ മൂപ്പര് കായ വെട്ടി കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ആ കായ ഉണ്ട്, മൂപ്പരിത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഞാൻ അപ്പോൾ ഇത് കറി വെച്ച് തീരും. ഏതായാലും ഇന്ന് തന്നെ ഇത് ചാക്കിൽ കെട്ടി വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെപ്പാടെ ഞാൻ കറി വെച്ച് തീർക്കലേക്കാരും. അപ്പോൾ ഞാൻ വേഗം ഇതുമൊന്നും ഒരു 4 കായ ഇടിഞ്ഞാണ്ട് വേഗം ഇതിലൊന്ന് നന്നാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ 3-4 മൂലം സൈഡാണ് ചെത്തിയിട്ടിട്ട്
പിന്നെ ചെറുതായിട്ടൊന്ന് നുറുക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടത്. യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ എന്ത് തിരഞ്ഞാലും കിട്ടുമല്ലോ, എന്തും പറഞ്ഞാൽ എന്ത് തിരഞ്ഞാലും കിട്ടും. പിന്നെ നമ്മളെ ഹിസ്റ്ററിയിൽ ഫുള്ള് ഇതാ ഈസി കോസിൻ്റെ പരിപാടികൾ, പെട്ടെന്ന് കുറഞ്ഞ സാധനം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കി തീർക്കാമെന്നുള്ള പരിപാടിയൊക്കെ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാക്കുന്ന ഉള്ളിപ്പൊറുക്കിയാണ് പറഞ്ഞത് ഇതൊക്കെ എടുത്തിട്ടിട്ട് അങ്ങനെ കിട്ടിയതാണ് ഈ ഒരു റെസിപ്പി ഇട്ടത്. നമ്മളെ മത്തിയും പച്ചക്കായും കൂടിയും കൂട്ടിയിട്ട് ഇന്നലെ ഒരു എന്താ പറയുക ഒരു കുഴമ്പ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു മസാല രൂപത്തിൽ വെക്കാമെന്ന് കണ്ടത്. അപ്പം ഏതായാലും അതൊന്ന് വെച്ച് നോക്കില്ല. അപ്പം ഞാനത് ആ കായൊക്കെ നാല് ഭാഗം ചെത്തി കഴുകി അരിഞ്ഞ് അവിടെ മുളകൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. മഞ്ഞളും ഉപ്പും മുളക് മീൻ പൊരിക്കുന്ന പോലെ തന്നെ അങ്ങനെ എടുത്ത് വെച്ചേക്കണ് കേട്ടോ. നല്ല കുഴച്ച് സൂപ്പറാക്കി അവിടെ വെച്ചേക്കണ്. പിന്നെ നമ്മളെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ലായിരുന്നു. കുഞ്ഞമ്മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടിയിട്ടോ. പിന്നെ നമുക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇത് അടുപ്പ് തന്നെയാണ് നമ്മൾ വിറകടുപ്പത്തല്ലേ ഉസാറായിട്ട് പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മീൻ പൊരിച്ച ചട്ടിയിൽ ഇതാക്കണ ഒരു ഇത്തിരി എണ്ണ ഉണ്ടായിരുന്നു. അതിക്ക് ഞാൻ ഈ ഒരു നമ്മളെ കായ ഉണ്ടല്ലോ, ആ കായ നല്ല ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിലിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തേരം പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാക്കണ നല്ല സാധാരണ നമ്മൾ കായപ്പേരി വെക്കണ മാതിരി തന്നെയാണ്. അതിക്ക് കുറച്ച് മീൻ നുള്ളി ഇടുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു പരിപാടി. പക്ഷേ ടേസ്റ്റ് എങ്ങനെ ആവുമെന്ന് നമുക്ക് വെച്ചാലല്ലേ അറിയുമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടു തരാനുണ്ടാകണല്ലേ. അപ്പോൾ അജാതി ആൾക്കാരൊന്നും നമ്മളെ കൂട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ വെച്ചുണ്ടാക്കി തിന്നണമല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കി വന്നത്. അങ്ങനെ ആ കായ അടുപ്പത്ത് വെച്ചാണ് നല്ല പോലെ ഒന്ന് തീ എത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആക്കം പോലെ കടന്ന് വേഗട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അടുപ്പിൽ ഇതാക്കണ ഓരോ കൊള്ളി ഇടക്കിടക്ക് നിലക്ക് ഇങ്ങനെ നീക്കി കൊടുത്തിട്ടില്ലെങ്കിലുണ്ടല്ലോ ആകപ്പാടെ കേടുവിട്ടു. ആ തീയാണ്ട് കെട്ടാൽ പിന്നെ രണ്ടാമത് ഇങ്ങനെ പൊടിപ്പിച്ച് വരണം. അപ്പോൾ അതിന് നേരം ഒരുപാടാകും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ന് തീരെ സമയമില്ലാത്തൊരു നേരമാണ്. അപ്പോൾ വേഗം ആ ഒരു പരിപാടി ഇതാക്കണം. തീ കെടുന്നതിന് മുന്നേ ഇങ്ങനെ വറുക് കൊണ്ടുപോയിട്ടോണ്ട് നിൽക്കണം. തീ കത്താനാണ് ഈ രാവിലെയൊക്കെ എന്തോ ഒരു മല്ലിക്കെട്ടാണെന്ന് അറിയാം. ഈ പണ്ടൊക്കെ വറുകടുപ്പൊക്കെ തന്നെയായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊക്കെ ഗ്യാസുമ്മ പണി എടുത്ത് അതങ്ങനെ ചേലായതാണ്. അപ്പോൾ ഭയങ്കര ഗതിയായിട്ട് രാവിലെ ആ ഒരു ഗ്യാസൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ഗതികേടാണ്, ഭയങ്കര മല്ലിക്കെട്ടാണെന്നോ ഇപ്പാണെന്ന് പറയാനുണ്ടോ. അപ്പോൾ 2 ദിവസമായി നമ്മളെ ഗ്യാസ് കഴിഞ്ഞിട്ട്. തിങ്കളാഴ്ച മുതൽ ഗ്യാസ് വണ്ടിയൊക്കെ എപ്പോഴേതേലും തലക്കലോ കാൽക്കലൊക്കെ വരുള്ളൂ. അപ്പം വിളിച്ച് വരുത്തൊക്കെ വേണം ഇവിടുത്തെ ഈ ഒരു ഗ്യാസുകാരനെ. അപ്പോൾ അങ്ങനെ ഒന്ന് വിളിച്ച് വരുത്തണം എന്ന് പറയുന്നുണ്ട്. അല്ലാതെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല കേട്ടോ. കാരണം രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേനും നമുക്ക് ചോറ് ചായ കടി കറി എല്ലാ പരിപാടികളും ഇതാ നമ്മൾ ഗ്യാസുമ്മലാട്ടോ വെക്കൽ. ചോറ് മാത്രമേ നമ്മൾ ഇവിടെ നമ്മളെ വറകടുപ്പമ്മൽ വെക്കലുള്ളൂ. ബാക്കിയില്ല മുഴുവൻ നമ്മൾ ഗ്യാസുമ്മലാണ് വെക്കൽ. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഗതികേട് വരുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. ഈ ഗ്യാസ് ഇല്ലെങ്കിൽ ഭയങ്കര ഗതികേട് കഴിക്കാറല്ലേ. അപ്പം ഓരോരോ വീട്ടമ്മമാരത് ഓരോരോ ഇതാണല്ലോ. അപ്പോൾ വീട്ടമ്മമാർക്ക് ഏതായാലും ഗ്യാസ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ തല പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. രാവിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ഭയങ്കര കച്ചറപ്പാടേക്കാരും. രാവിലെ എല്ലാതും കൂടി ആക്കാൻ ഒഴിക്കാനും മക്കളെ പറഞ്ഞേക്കാനും എന്ന് പറഞ്ഞവർക്ക് ഒക്കെ പാടൊരു കച്ചറപ്പാടേക്കാരും. അതിൻ്റെ ഇടയിൽ കൂടി ഗ്യാസും കൂടി ഇല്ലാതായ ഉഷാറായില്ല, സംഗതി ഉഷാറായിക്കണം. അതിൻ്റെ ഇടയിൽ ഞാനത് ആ അടുപ്പത്ത് വെച്ചാണ് കാണാൻ എല്ലാ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരിയാണ്ട് ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ച് തുടക്കാൻ വെള്ളം അവിടെ കൊണ്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പോഴാണ് ഓർമ്മ വന്നത് അടുപ്പത്ത് വെച്ചിക്കണല്ലോ എന്നുള്ളത്. അതിൽ വണ്ടി വന്ന് നോക്കിയതാണ്. അടി ഇത്തിരി കരിഞ്ഞോ എന്നൊരു സംശയം ഉണ്ടായത്. പിന്നെ ഏതായാലും സെറ്റപ്പ് ആക്കിയാണ്ട് എടുത്തിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് കരിയാൻ വേണ്ടി ഇങ്ങനെ പുറപ്പാടായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെ കായൊക്കെ അതാണ് നല്ല മൂത്ത കായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് വെന്തിട്ട് നല്ല ഉഷാറും കായ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാക്കണം നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറായി വെന്ത് ഉടഞ്ഞിങ്ങനെ നിൽക്കണം. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ ഒന്ന് അടച്ചെടുക്കണം. പിന്നെ ഇതൊക്കെ ഇടാല്ലത് ഇതാക്കണം. ഞാൻ കുറച്ച് തേങ്ങ അവിടെ ചിരകി വെച്ചിരിക്കണം. അതേമാതിരി തന്നെ വെളുത്തുള്ളി 2 ചുള ഇതാക്കണം അവിടെ നല്ല പോലെ ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. ഒന്നൊരു ചതച്ചെടുത്തേക്കല്ല, ഒന്ന് കുത്തിയാണ്ട് അവിടെ വെച്ചിരിക്കണം. നമ്മൾ ആ മുട്ടിക്കല്ലുണ്ടല്ലോ, ആ മുട്ടിക്കല്ലോണ്ടൊന്ന് കുത്തി ചതച്ചാണ്ട് വെച്ചിരിക്കണം കേട്ടോ. അതാണ് പിന്നെ ഇതൊക്കെ വേറെ ഒന്ന് എക്സ്ട്രാ ചേർക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് ആക്കി എടുക്കണ്ട, എന്നാലും ഒരു കഷ്ണത്തിൽ നിന്നൊക്കെ വിട്ടിട്ടില്ല ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് വെച്ചിട്ട് ആക്കിയിട്ട് തന്നെ നല്ല പോലെ ഉടഞ്ഞ് വരുന്നുണ്ട്. പിന്നെ അതിൽ തീരെ വെള്ളമല്ലേ എന്നുള്ളൂ, തീരെ വെള്ളമില്ലേ എന്നതിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മറിച്ചങ്ങനെ എടുക്കട്ടെ. അപ്പോഴാണ് ഒരു പുഴുക്ക് പോലെയൊക്കെ ആവുകയുള്ളൂ. അപ്പോൾ അതങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടി ഇത്തിരി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പരിപാടി കഴിയും. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുടക്കം കൂടി ചെയ്യാം. അടിച്ചു വാരി അവിടെ പകുതിയാക്കിയിട്ട് പോകുന്നതാണ്.
അതിലാണ് പിന്നെ മത്തി ഇടാനുള്ള പരിപാടിയാണ്. മത്തി ഇതാക്കണ് നമ്മളെ പൊരിച്ചവിടെ വെച്ചേക്കണം, നല്ലപോലെ പൊരിച്ചൊക്കെ അവിടെ വെച്ചേക്കണം. ഇനി ഇതാ മത്തീൻ്റെ ആ ഓരോരോ മുള്ള് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ, അതിൻ്റെ ഇറച്ചി ഭാഗങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ രസമുണ്ടോ ചോദിച്ചാൽ നല്ല രസമൊക്കെ ഉണ്ട്. എന്നാൽ ചിലവർക്കൊന്നും ചിലപ്പം പറ്റുന്നുണ്ടാവില്ല കേട്ടോ. അപ്പം ഇവിടെ മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല, മൂപ്പർക്ക് തിരക്കടൊന്നുമില്ല കേട്ടോ. മീനായതുകൊണ്ട് ഇപ്പം എന്ത് വാങ്ങിയ മീനിൻ്റെ ആ ഒരു മണം കിട്ടിയാൽ തന്നെ ഒരു 2 പ്ലേറ്റ് ചോറ് ഒന്നും പറയുന്നിട്ടില്ല. അങ്ങനെയുണ്ട് നമ്മളെ മൂപ്പരൊക്കെ. അപ്പം അതാകണം ആ ഒരു മീൻ ഇട്ടുകൊണ്ട് തന്നെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു, നല്ല തീറ്റയൊക്കെ തിന്നിക്കണം കേട്ടോ. പിന്നെ നമ്മളെ മൂപ്പരെ ഇതാക്കണ അങ്ങനെ പറയൊന്നുമില്ല, രസമുണ്ട് എന്നും പറയൂല, രസമില്ല എന്നും പറയില്ല, അങ്ങനെ ഇരുന്ന് തിന്നതായിട്ടൊക്കെ പൈക്കുണ്ട്. അതുകൊണ്ട് ഞാൻ തിന്നാണ്, ആ ഒരു മോഡലിലാണ് മൂപ്പര് തിന്നുള്ളൂ. പിന്നെ ഞാനായിട്ട് അങ്ങനെ ചെവി കൊടുക്കലുമില്ല, രസമുണ്ടോ എന്ന് പറഞ്ഞീണ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെവി കൊടുക്കലുമില്ല കേട്ടോ. ചിലവരൊക്കെ അങ്ങനെ കേൾക്കാറില്ല. അപ്പം ഞാൻ ആ ഒരു കൂട്ടത്തിൽ രസം ഉണ്ടെങ്കിൽ രസമുണ്ട് എന്ന് തന്നെയാണ് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം, ആ ഒരു കൂട്ടത്തിലാകണം അല്ലേ. അപ്പോൾ പൊതുവേ ആണുങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം അത് പോട്ടെ, ആ ഒരു പരിപാടി കൊണ്ടിട്ട് നമ്മൾ റൂട്ട് മാറി പോകണ്ടോ എന്ന് സംശയം ഉണ്ടില്ല. അപ്പം സംശയപ്പെടേണ്ട, റൂട്ട് മാറിയിട്ടൊന്നുമില്ല. നമ്മളെ ഈ ഒരു വെറൈറ്റി കൂട്ടാൻ നമുക്ക് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ മുള്ളൊക്കെ കളഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ല, അപ്പം മുള്ളൊക്കെ നല്ലപോലെ കളഞ്ഞ്. അപ്പോൾ കുഞ്ഞു മുള്ളുകളൊന്നും കിട്ടൂല, ആ ഒരു നെടുമുള്ളു മാത്രമേ എടുത്ത് കളയാൻ നമുക്ക് കഴിയുള്ളൂ അല്ലേ, ആ ഭാഗത്തിൻ്റെ ആ ഭാഗം മാത്രമേ എടുത്ത് കളയാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ, നല്ലപോലെ മിക്സ് ആക്കിയാണ് കൊടുത്തോളി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളിട്ടോ, ഉപ്പൊക്കെ ഇല്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്തോളി. ബാക്കിയൊക്കെ കണക്കേക്കാരം, കാരണം രണ്ടിൽ നമ്മൾ ഉപ്പിട്ടതാണ്. കായ മുളക് കൂട്ടിയപ്പോൾ ഉപ്പിട്ടിക്കണം, മീൻ മുളക് കൂട്ടിയപ്പോൾ ഉപ്പിട്ടിക്കണം. അപ്പോൾ ഉപ്പിൻ്റെ കമ്മിയൊന്നും ഉണ്ടാവില്ല. പിന്നെ വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ട് പറഞ്ഞില്ലേ, 2 അല്ലി ഉള്ളിയുന്നുണ്ട്, അതൊന്ന് അതിലിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു അവിടെ ചിരകി വെച്ചത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് മറിച്ച് കണ്ടിട്ടാണ്ട് ഇത്തിരി വെച്ചാണ് മൂടി വെച്ചാൽ സംഭവം ഉസാറായിട്ട് നമ്മളെ പരിപാടി ഇതാക്കണ ഏകദേശം സ്റ്റേജിലത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിയാനായിക്കണം. അപ്പോൾ തേങ്ങയിട്ട് വെളുത്തുള്ളി ഇട്ട് സംഭവം ഉസാറായിക്കണല്ലോ അല്ലേ. ഇനിയിപ്പോൾ കടുകിട്ട് വറവിടണമെന്ന് ചോദിച്ചാൽ ചിലവർക്കും ഒക്കെ കടുകിട്ട് വറവിടാം. അപ്പോൾ ഞാൻ കണ്ടതിൽ ഇതാ കടുകിട്ട് വറവിടില്ല, പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചാണ്ട് കറിവേപ്പിൻ്റെ അങ്ങനെ നമ്മൾ അവിയൽക്കൊക്കെ ആക്കൂലേ, അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാകാൻ വേണ്ടി നമ്മളെ തേങ്ങയ്ക്കൊന്ന് കുഴഞ്ഞ് മറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയാൽ നല്ല മണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നുണ്ട്, നല്ല രസം ഉണ്ടായിരുന്നു, സംഭവം നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിക്കണ്. അപ്പോൾ നമ്മളെ പുകഴ്ത്ത് അതാക്കണ വേറെ പുറത്തുനിന്ന് ആരോ ഇതും വേണ്ടല്ലോ അല്ലേ, നമ്മളുണ്ടാക്കി സാധാരണ നമുക്ക് തന്നെ ഇഷ്ടപ്പെട്ടതെന്ന് നമ്മൾ തന്നെയാണ് പറഞ്ഞാൽ പിന്നെ ഒരു സമാധാനം കിട്ടുമല്ലോ, ചെറിയൊരു സന്തോഷമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കണ്ടെത്തുന്നത്. അപ്പോൾ ഞാൻ വേറെ ഒരു ചട്ടിക്ക് മാറ്റിയിട്ട്, ആ ചട്ടി ഇങ്ങനെ വല്ലാതെ കരിഞ്ഞു പോയിന്ന്. അപ്പോൾ ഞാൻ ആ ചട്ടിക്ക് വേറേക്ക് മാറ്റി ഇതാക്കണ ഇത്തിരി തന്നെ ഉള്ളുണ്ടോ, നന്നാക്കി വന്നപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊന്ന് വെന്ത് വന്നപ്പം ഇത്തിരി തന്നെ ഉള്ളേന്ന്. പിന്നെ ആ തേങ്ങയും ആ വെളുത്തുള്ളിയൊക്കെ അതിൽ കൂട്ടി കലർ നല്ല ഉസാറായിക്കണം. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പിൻ്റെ ഇട്ട് നല്ല പോലെ ഒന്ന് മൂടി വെച്ച് ഇനി തിന്നാൻ നേരത്ത് തുറക്കുള്ളൂ എന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ അതാ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളിട്ട്, നല്ല രസമുണ്ട്. ചിലവർക്കൊന്നും പറ്റുണ്ടാവില്ല, കാരണം ആ ഒരു പച്ചക്കറി മീനും ഒക്കെ പാടയാകുമ്പോൾ മത്തിക്കല്ലേ തന്നെ പൊടിഞ്ഞ മണമാണല്ലോ, ഭയങ്കര മണം അറിഞ്ഞാൽ ഭയങ്കര മണമാണ്. ഇന്ന് മീൻ കൂട്ടിയാലും 3-4 ദിവസം കഴിഞ്ഞിട്ടാലും അതിൻ്റെ ഒരു മണം പോകൂലേന്ന്. അപ്പം എന്നാലും ഒന്നും ഉണ്ടാക്കിക്കോളിട്ട്, രസമുണ്ട്, സംഭവം രസമുണ്ട്. അപ്പോൾ ഞാനിതാ വേഗം തുടച്ചിതാ ഈ അടുക്കളയും കൂടി തുടക്കാനുള്ളതും കൂടിയാണ് കഴിഞ്ഞ ഒരു സമാധാനമായി. നേരം കുറേ ആയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ 2 മണിയാകുമ്പോഴാണ് മീറ്റിംഗ് ഉള്ളത്. അപ്പോൾ ഞാൻ കൊണ്ടാക്കി തരാമെന്ന് മൂപ്പര് പറഞ്ഞിരിക്കണം, മൂപ്പര് പണിക്ക് പോയതാണ്. അപ്പോൾ പെട്ടെന്നല്ല എടുത്തെല്ലാം കൊണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അതിനും കണ്ടിട്ടാണ് ഞാനിങ്ങനെ ആക്കം പോലെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. പിന്നെ അടിച്ചു വരലും കഴിഞ്ഞ് തുടക്കലും കഴിഞ്ഞ് അടുക്കള പണിയും കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനിയുള്ള പണി ഇതാ കാലും കൈയും കഴിക്കുകയാണ്, അകത്തേക്ക് കയറുക എന്നുള്ളതാണ്. പിന്നെ ചോറൊക്കെ തിന്ന് ഒരുങ്ങി വരുമ്പോഴത്തിന് തന്നെ നേരെ ഇതാക്കണത് ഒരു 1:30-2 മണിയൊക്കെ ആകാനാകുമല്ലോ. അപ്പം ഞാൻ വേഗം ഒന്ന് ആ ഒരു പരിപാടിയും കൂടി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേന്നു കേട്ടോ. അപ്പോൾ ഈ ചോറും കൂട്ടാനും ആക്കി പോയാൽ തന്നെ നമുക്കൊരു സമാധാനമുള്ളൂ, വന്നിട്ട് ഇപ്പോൾ അത് എടുക്കണ്ടല്ലോ എന്നുള്ളൊരു തലവേദന ഉണ്ടാവും. അപ്പോൾ അത് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നേരത്ത് തലകുത്തി മറിഞ്ഞ് പണിയെടുത്തത്. അതങ്ങനെയാണല്ലോ അല്ലേ, നമ്മൾ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുന്നേ സമയത്തിൽ ഇത്തിരി മുന്നേ കൂട്ടിയെടുത്ത് വെച്ചാൽ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. ആ ഒരു നേരത്തും കൂടി നമുക്ക് എന്തെങ്കിലും ചെയ്ത് തീർക്കാമല്ലോ എന്നുള്ളൊരു സമാധാനം ഇക്കാരം. അപ്പം അങ്ങനെ കാലും കഴിയൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി ഉഷാറായി. ഇനിയിപ്പോൾ ഒന്ന് ചോറൊക്കെ തിന്നണം. ഇനിയിപ്പോൾ ആ ഒരു ചോറീറ്റും കൂടി കഴിഞ്ഞ് പിന്നെ സ്കൂളിലെത്തുമ്പോഴേ കാരം എന്താ ഇപ്പം ഇനിയിപ്പോൾ മാഷുമാരും ടീച്ചർമാരും ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പറയാമെന്ന് അറിയില്ലല്ലോ. ആ ഒരു വേവും ചൂടിലാണ് പിന്നെ അങ്ങോട്ട് പോണത്. അപ്പോൾ അതാ വലിയതായിട്ട് ബാക്കൊന്നുമല്ല, എന്നാൽ നല്ല മുന്നിലും അല്ലാത്തൊരു ഇടത്തരം ആ ഒരു ഇതിലുണ്ട് കേട്ടോ. തിരക്കേടൊന്നുമില്ല, മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഏതായാലും മെയിനൊക്കെ ഒരു 3-4 എക്സാമും കൂടി വരുന്നുണ്ട് പറഞ്ഞാൽ അതും കൂടി കഴിയുമ്പോഴത്തേന് നമുക്ക് SLC എക്സാം ആയല്ലോ. അപ്പോൾ ഇതിനൊക്കെ റെഡി ആയിക്കോളെന്ന് വിചാരിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ എൻ്റെ ചോറും കൂട്ടാനൊക്കെ ആയി. ഞാൻ പറഞ്ഞുകൊണ്ട് നിന്നാൽ അതാണ് ഒരു വേവും ചൂടുണ്ടോ ഒക്കെപ്പാടൊരു വേവും ചൂടായിരുന്നു. നമ്മൾ അടുക്കള പണി എല്ലാതും പിന്നെ ഇതാ സ്കൂളിൽ ചെന്നപ്പോൾ എന്താ പറയാന്നുള്ളൊരു വേവും ചൂട് അതേറെ ഉണ്ടല്ലേ. അപ്പം നമ്മളെ കൂട്ടാൻ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ. കൂട്ടാൻ നല്ല ഉപ്പേരി പുഴുക്കും അങ്ങനെ എന്തും പറയല്ലോ. ഈ ഒരു മത്തിയും കായും വെച്ചില്ല പുഴുക്ക് എന്ന് തന്നെ പറയല്ലോ. ഉഷാറും പുഴുക്ക് തന്നെയാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചോറൊക്കെ തിന്നട്ടെ. ഇതിന് കൂട്ടിയാണ് ചോറൊക്കെ തിന്നാൽ ഒരു സമാധാനം ഉണ്ടല്ലോ. ഇതും കൂടിയാണ് കൂട്ടിയിട്ട് ചോറ് തിന്നിട്ടാണ് പോയാൽ പിന്നെ കുറേ നേരം അവിടെ കുത്തിരിക്കാലോ വെച്ചിട്ടാണ്. അപ്പോൾ സമയം ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതാക്കണ് 1 മണി ആയിക്കണം കേട്ടോ നേരം. ഒരു 2 മണിക്കാണ് നമ്മളെ മീറ്റിംഗ് തുടങ്ങുന്നത്. ഒരു 1:30 ആകുമ്പോഴത്തേനും നമ്മളെ മൂപ്പര് വരും പറഞ്ഞിരിക്കണം. ഏതായാലും ഞാൻ കുറച്ച് നേരം ഒന്നും ഇവിടെ കുത്തിരിക്കട്ടെ കേട്ടോ. ആകപ്പാടെ മണ്ടി കാലുകൊണ്ട് വയ്യാണ്ടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് ബസ്സിന് പോരാത്തതുകൊണ്ട് തന്നെ നേരത്തെ കാലത്ത് ഇതാക്കണം നമ്മൾ സ്കൂളിൽ എത്തിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് കുറേ നേരം കഴിഞ്ഞേരെയാണ് പിന്നെ ക്ലാസ്സിൽ ഇതാക്കണ് മീറ്റിംഗ് തുടങ്ങിയത് കേട്ടോ. ഒരു 2 മണിക്ക് പറഞ്ഞിട്ട് ഒരു 2-2:30 ആയി തുടങ്ങിയേക്കണം മീറ്റിംഗ് തുടങ്ങിയപ്പോൾ. അപ്പോൾ 10ാം ക്ലാസ്സുകാർക്ക് മാത്രമല്ല മീറ്റിംഗ് എന്ന് അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞേരെയാണ് ഇതാ ഈ ഒരു വീഡിയോ പിടുത്തം ഉണ്ടായത് കേട്ടോ. അപ്പോൾ അതുവരെ ഒരു ബേജാറായിരുന്നു മനസ്സിൽ എന്തേക്കാരും പറയുന്നത്. അപ്പോൾ തിരക്കേടില്ല നമ്മൾ ടീച്ചർമാരൊക്കെ തിരക്കേടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണ്. അപ്പോൾ ഒന്നും കൂടി ശ്രമിച്ചാൽ നമ്മൾക്ക് ഇതാ പ്ലസ്സോട് പ്ലസ് ആവും എന്നൊക്കെയാണ് പറയല്. അപ്പോൾ അതാ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി. പിന്നെ ഇതാ മക്കളപ്പോൾ കൂട്ടത്തിലാണ്ട് പോന്നു. പിന്നെ മക്കൾക്കാണ് ഫോൺ കിട്ടിയാൽ പിന്നെ ഫോട്ടോ എടുത്തിട്ട് അറിയാനേ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങളങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് സീനിയർ ടീച്ചറും കുട്ടികളും. അപ്പോൾ ക്ലാസ് ഫോട്ടോ ആണ് മൊത്തത്തിലുള്ള ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളൂ കേട്ടോ. ബൈ.